ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നല്ല കുട്ടൻ ബിരിയാണീൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല ബീഫ് എടുത്തിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം കുറച്ച് സവാള വഴറ്റാൻ വെച്ചിരിക്കണം. അതിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ടു. പിന്നെ തക്കാളി ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇളക്കി മിക്സാക്കി കൊടുത്തു. അപ്പോൾ അത് ഞാൻ ചോറ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്യാരറ്റും ഉപ്പും ഇട്ടുകൊണ്ട് ബിരിയാണി റൈസ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബിരിയാണിയിലിടാൻ ഉള്ളി മൂപ്പിച്ചെടുത്തു, അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളി മൂപ്പിച്ചെടുത്തു. പിന്നെ നമ്മൾ മസാലയൊക്കെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടാണ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ തൈരുണ്ടല്ലോ, തൈര് ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒന്നാണല്ലോ ബിരിയാണിയിൽ, അതും കൂടിയാണ് ഒഴിച്ചെടുത്തിങ്ങനെ. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഗരം മസാലയാണ് കേട്ടോ. അപ്പോൾ ഗരം മസാലയും അതിൽ ഇട്ട് കൊടുത്തിങ്ങനെ. പിന്നെ നമ്മളെ മല്ലിച്ചപ്പ് പുതിന അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തു. അപ്പോൾ നമ്മളെ മസാല ഇളക്കി മിക്സാക്കിയൊക്കെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് മിക്സ് ആക്കിയിട്ടുണ്ടേന്. എന്നിട്ട് നമ്മൾ ബിരിയാണി വെക്കണ കലത്തിക്കണ്ടിട്ടിട്ട് നല്ല വൃത്തിയാക്കി ഇല വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വാഴയില കിട്ടാത്ത കാരണം എന്തെങ്കിലും ഒന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. പൊടിയണയിലാണ് കേട്ടോ തൽക്കാലം എടുത്തിക്കണം. പിന്നെ നമ്മൾ ചോറിട്ട് കൊടുത്തു. പിന്നെ അതേപോലെ മല്ലിയില, പിന്നെ നമ്മൾ ബിരിയാണി മരുന്നും, പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളി ഇതെല്ലാം ഇട്ടെടുത്തു. അപ്പോൾ അതേപോലെ ഓരോ ലെയറിൽ നമ്മൾ ഇട്ടെടുത്തിട്ടുണ്ടേന്. പിന്നെ നമ്മളെ ഉള്ളിയൊക്കെ പൊരിച്ചെടുത്ത ഓയിലുണ്ടല്ലോ, അതും കൂടി ഇതിലേക്കാണ്ട് ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ബീഫ് വേവിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന കുറച്ച് വെള്ളം ഉണ്ടാവില്ലേ, അതും കൂടി ഇതിലേക്കാണ്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ബിരിയാണിയൊക്കെ 2 മണിക്കൂർ ദമ്മായതിന് ശേഷം ഞാൻ പിന്നെ പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല നെയ്യായിട്ട് ഒഴിക്കുന്നത് 6 kg നെയ്യാണ് കേട്ടോ. അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടാണ് മിക്സ് ചെയ്ത് കണ്ട് നമ്മൾ ബിരിയാണി ദമ്മ് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ബിരിയാണിയിൽ മുളക് പൊടി ചേർക്കലില്ല കേട്ടോ. വലിയ ജീരകത്തിൻ്റെ പൊടി കുരുമുളക് പൊടി ഇതൊക്കെയാണ് കേട്ടോ ചേർത്തിട്ട്. ബിരിയാണി നന്നായിട്ട് ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെന്ത് ആരാരില്ല ബീഫിന് നല്ല തുണ്ടം കഷ്ണേന് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോരുത്തർക്കായിട്ട് പാത്രത്തേക്കാണ് വിളമ്പുന്നുണ്ട് കേട്ടോ നമ്മളെ ബിരിയാണി. അപ്പോൾ ആ തൈരും കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ബിരിയാണി കഴിക്കാൻ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.